ഇസ്ലാം വർഗീയവാദത്തിന്റെ കേന്ദ്രമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി അന്തർധാര വ്യക്തമാണ്. പിണറായിയും മോദിയും ജനവിരുദ്ധ നയങ്ങളിൽ മത്സരിക്കുകയാണെന്ന കെ സി വേണുഗോപാലിന്റെ വാദം സ്ഥല ജലവിഭ്രാന്തി മൂലമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഒറ്റക്കല്ല, ഞങ്ങളോടൊപ്പം കുറേ സംഘടനകൾ കൂടി ചേർന്നിട്ടാണ് RSSുമായി ചർച്ച നടത്തിയത് എന്ന് പറയണമെന്നാണോ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വിശദാംശം വന്നില്ല, ഇപ്പം വന്നില്ല. നിങ്ങൾ ഈ വർഗീയവാദികൾ തമ്മിൽ പരസ്പരം വർഗീയവാദികൾ നിങ്ങൾ വെറുതെ ഓൺലൈൻ മാത്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണുന്നതിനാണ് നിങ്ങൾ മാത്രം കാണുന്നത്. വർഗീയവാദികൾക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ചർച്ച നടത്തി എന്നതിൻ്റെ അപ്പുറത്ത് എന്ത് വാർത്തയാണ് വന്നേ? എന്തെങ്കിലും ഒരു പോയിന്റ് പറ. ചർച്ച നടത്തിയ ഒരു പോയിന്റ് പറ. ഞാനതൊന്നല്ല പറയുന്നത്, വർഗീയതൊന്നും ഞാൻ ചോദിച്ചില്ല. ജമാഅത്ത് ഇസ്ലാമും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഉത്തരം? പറയുന്നു അല്ലേ? ആര് പറയുന്നത്? നിങ്ങൾ പറയുന്നില്ലേ? ഞാനങ്ങനെയൊന്നും പാടില്ല, ഞാനങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ നാവൊന്നും ഞാനിങ്ങനെ എല്ലാം വർഗീയ സംഘടനകളാണെന്ന് പറഞ്ഞ് നാളെ വാർത്ത കൊടുക്കാനില്ലേ? അത് ഞാനെ കിട്ടൂല കേട്ടോ. ജമാഅത്ത് ഇസ്ലാമാണ് അതിന്റെ മുഖ്യ കണ്ണി. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയവാദി ഈ കേരളം. നേരത്തെ RSSനെ തള്ളിപ്പറഞ്ഞവരാണ് തലയിൽ മുണ്ടിട്ട് ചർച്ചയ്ക്ക് പോയതെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പരിഹസിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. ഇരുവിഭാഗവും മതരാഷ്ട്രവാദികളാണ്. വിഷയത്തിൽ UDFന് എന്തിനാണ് മൗനം? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരക്ഷരം മിണ്ടിയില്ല. മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു. RSSനെ പോലെ തന്നെ ഒരു മതരാഷ്ട്രവാദം മുറുകെ പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച ചെയ്യുന്ന ഏറ്റവും നാണംകെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് RSS നേതാക്കളുമായി അടച്ചിട്ട മുറിയിലാണ് ജനുവരി മാസം 14-ന് ചർച്ച നടത്തിയത്. ഒരു ഭാഗത്ത് സംഘപരിവാർ വിരുദ്ധ ലേഖനങ്ങൾ, വാർത്തകൾ ഇതൊക്കെ വ്യാപകമായി നൽകുകയും മറുഭാഗത്ത് സംഘപരിവാരവുമായി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്ന ഏറ്റവും വഞ്ചനാപരമായ സമീപനമാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നേരത്തെ ഇങ്ങനെ ചില ചർച്ച നടത്തിയവരെ ശക്തമായി വിമർശിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിരുന്നു. ശക്തമായി ഇത്തരം RSSുമായി ചർച്ച നടത്തിയവരെ വിമർശിക്കുന്ന നിലപാടായിരുന്നു അവർ പ്രസ്താവനയായും ലേഖനങ്ങളായും ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ RSS നേതാക്കളായ ഇന്ദ്രേഷ് കുമാർ, രാംലാൽ കൃഷ്ണഗോപാൽ തുടങ്ങിയ നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കൾ ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇത് മുമ്പ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി സംഘടനമല്ല സംവാദമാണ് സമാധാനത്തിന്റെ വഴിയെന്ന തലവാചകത്തിൽ ചില ലേഖനങ്ങളും വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ RSSുമായി ചർച്ച ചെയ്താൽ RSS നിലവിലെടുക്കുന്ന നിലപാടിൽ നിന്നും പുറകോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി ദേശീയ നേതൃത്വം. RSSന് നിലപാടുണ്ട്, അതവർ പ്രഖ്യാപിച്ചതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുണ്ട്, അതും അവർ പ്രഖ്യാപിച്ചതാണ്. രണ്ടുപേരും മതരാഷ്ട്രവാദത്തെ തള്ളുന്നവരല്ല. അശ്വിൻ വെള്ളത്തുണ്ട് വീണ്ടും വിവരങ്ങളുമായി. അശ്വിൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിലെ ഇരട്ടത്താപ്പ്, RSSുമായി ചർച്ച നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? ചർച്ചയുടെ ബാക്കി പത്രം ഇത്തരം കാര്യങ്ങളാണ് ചർച്ചയായത്. പക്ഷേ കുറച്ചു ദിവസത്തെ മൗനത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഇസ്ലാമോഫോബിയ എന്ന തലത്തിൽ അവതരിപ്പിക്കാനും മുഖ്യമന്ത്രിയും CPMുമാണ് ഇതിനെ ഈ രീതിയിൽ വിവാദമാക്കുന്നത് എന്ന് ചിത്രീകരിക്കാനുമാണ് ശ്രമിച്ചത്. അതിന് മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നു. അവിടെ അപ്പോൾ കോൺഗ്രസ്, ലീഗ്, വെൽഫെയർ പാർട്ടി ത്രയത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് രാഷ്ട്രീയമായ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ഇതിപ്പോൾ എം വി ഗോവിന്ദൻ, റിയാസ് തുടങ്ങിയ മന്ത്രിമാരും, മന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തുകയാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറി. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഈ വിഷയം മാറി വരുന്നതാണോ നമ്മൾ കാണുന്നത്?
രേണുക സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ആരോപിക്കുന്നു ഇതിന് പിന്നിൽ ചർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ഒക്കെ ആലോചനകളുണ്ട്. അത്തരത്തിലുള്ള ആലോചനകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്ക് പോകുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഇന്ന് മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നത് ഈ കാര്യത്തിൽ UDF ഇതുവരെയും ഒരക്ഷരം പറയുന്നില്ല, പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല, KPCC അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുന്നില്ല, മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നില്ല. അതേസമയം മറ്റു സമുദായ സംഘടനകൾ സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും പോലെയുള്ള സമുദായ സംഘടനകൾ ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച നടന്നോട്ടെ എന്നുള്ളതാണോ UDF-ന്റെ നിലപാട് തുടങ്ങിയ വിഷയങ്ങൾ CPM രാഷ്ട്രീയമായി തന്നെ ഉയർത്തുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ തുടങ്ങിയിരിക്കുന്നു. അവർ ഇന്നലെ ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ ഇതൊരു പ്രധാന വിഷയമായി ഉയർത്തി. ഇന്നിപ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലും പ്രധാന വിഷയമായി വന്നത് ഇത് തന്നെയാണ്. വളരെ ചൂടുപിടിച്ച ഒരു രാഷ്ട്രീയ വിഷയമായി ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച മാറുന്നു. അത് ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അക്കാര്യത്തിൽ മറ്റുള്ള സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളിടത്താണ് ഈ വിവാദത്തിന്റെ പ്രസക്തി. ഇക്കാര്യത്തിൽ UDF നേതാക്കൾ ചില സമയത്തൊക്കെ ഈ ചർച്ച RSS-ഉമായി ആരും ചർച്ചയ്ക്ക് പോകുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമായൊരു നിലപാട് ആരും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. രൂക്ഷമായ വിമർശനമാണ് അവർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തിയത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും വളരെ രൂക്ഷമായ വിമർശനവുമായി എത്തി. ഈ ഒരു സാഹചര്യത്തിലും UDF ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അതിന് കാരണം, അങ്ങനെ കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതിന് കാരണം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഉണ്ടാക്കിയെന്ന് പറയുന്ന ധാരണയുടെ പുറത്താണ് അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ മാറി നിൽക്കുന്നതിന് പിന്നിൽ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇക്കാര്യം കൂടുതൽ ചർച്ചകളിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ചാ വിവാദം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഈ കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് എന്താണ്, ഇതിലെ ചർച്ചയിൽ UDF-ന്റെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും അതേപോലെ KPCC അധ്യക്ഷനുമൊക്കെയാണ്. ഇന്നലെ മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനോട് ഈ കാര്യം ഉന്നയിച്ചിരുന്നു. എന്താണ് ഈ ചർച്ചയ്ക്ക് പിന്നിൽ, ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് എന്താണ് തുറന്ന നിലപാട് സ്വീകരിക്കാത്തത്? CPM ഇതിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ഉയർന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ CPM-ന് എന്താണ് അധികാരം? കാരണം CPM തന്നെ മുൻപ് പല ഘട്ടങ്ങളിലും RSS-ഉമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചർച്ച നടത്തുന്നവർ തമ്മിൽ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ചർച്ച നടത്തിയിരിക്കുന്നു, CPM-ഉം ചർച്ച നടത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ള നിലയ്ക്കാണ് ഇതിൽ PMA സലാം ഒരു വാദമായി ഇന്നലെ ഉയർത്തിയത്. മാത്രമല്ല ഇക്കാര്യത്തിൽ തുറന്നൊരു നിലപാടിലേക്ക്, ഈ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാടിലേക്കൊന്നും മുസ്ലിം ലീഗ് ഇതുവരെ എത്തിയിട്ടുമില്ല. പക്ഷേ അതേസമയം സമുദായ സംഘടനകൾ അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചു. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും തുടർന്നുണ്ടാവുന്ന CPM സെക്രട്ടറിയുടെയും മന്ത്രി റിയാസിന്റെയും ഒക്കെ പ്രതികരണങ്ങൾക്ക് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് മറുപടിയാണ് ഉണ്ടാവുക എന്നതാണ് കണ്ടറിയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ത് മറുപടി ഇതിന് പറയുന്നു എന്നത് വളരെ പ്രസക്തമാണ്. റിയാസ് ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും കോൺഗ്രസിന്റെ മൗനത്തെക്കുറിച്ചാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നത് തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അശ്വിൻ വല്ലത്ത് തുടരുക.